നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ATS റെസ്യൂം ആണോ? ഇല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്തോളൂ കേട്ടോ, നല്ല പണി വരും. ഓക്കെ ആയിരുന്നെങ്കിൽ ഒരു HR ഒരു ആഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വന്നിട്ട് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ HR നമ്മളുടെ CV നോക്കും, പറ്റിയതാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കും, ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, നമ്മൾ ഓഫർ എടുക്കും, ജോയിൻ ചെയ്യും. ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. HR കയ്യിൽ CV കിട്ടാനായിട്ട് അതൊരു മിഷീനിൽ കൂടെ തന്നെ കടന്നു പോകണം. ആ മിഷീനാണ്, ഇല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് ATS എന്ന് പറയുന്നത്. ATSൻ്റെ ഫുൾ ഫോം അറിയാവോ? ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ 100 CV വന്നാലും HR ഇരുന്നിട്ട് CV സ്കാൻ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ആ മിഷീൻ വഴി അവർക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന CVs ആണ് കേട്ടോ അവർ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ATS എങ്ങനെ പാസ്സാവുക എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ് നമ്മളുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ATS കടത്തി വിടില്ല. നമ്മളുടെ റെസ്യൂം എവിടെ എത്തില്ല? HR-ൻ്റെ അടുത്ത് എത്താനും പോണില്ല. അപ്പം അതിനെങ്ങനെ അതൊന്ന് ശരിയാക്കി എടുക്കുക, ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ് നമ്മൾ റെസ്യൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിക്രൂട്ടറിൻ്റെ പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോഴ്സിങ്, CV സ്ക്രീനിങ്, അതേപോലെയുള്ള സ്കിൽസൊക്കെ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലും വേണം. എക്സ്പീരിയൻസ് എത്ര വർഷമാണെന്ന് വെച്ചാൽ അത്ര വർഷം എന്ത് വേണം? നിങ്ങളുടെ CVയിലും എക്സ്പീരിയൻസ് അതേ ഇയർ ആയിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. അതിൽ കൂടിയ കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞു പോയത്. അപ്പം ആ JD നമ്മളുടെ റെസ്യൂമിലെ കീവേഡ്സുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ATS സിസ്റ്റത്തിലൂടെ അത് പോയി പാസ്സാവാനായിട്ട് പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലോട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ATS റെസ്യൂം വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പം ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ബിലോ.